റഹ്മാൻ ഒരുപാട് ടേക്ക് പോകുന്ന ഒരു ഡയറക്ടറാണ്. അവൻ തൃപ്തിയാവുന്നവരെ അവൻ പോവും. ആ ഏരിയയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലുക്കും നസ്ലിനൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ഇപ്പൊ എടുക്കും എൻ്റെ 6 പാക്കിന്റെ ഷോട്ട് ഇപ്പൊ എടുക്കും. നസ്ലിനൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയും ചെയ്യും. ഈ ഡിസ്ട്രിക്റ്റിന്റെ മത്സരം നടക്കുന്ന സമയത്ത് റഹ്മാൻ അറിയാം, റഹ്മാന്റെ വെയിറ്റ് ക്ലാസ്സിൽ ഷാനു മാത്രമേ ഉള്ളൂ. റഹ്മാൻ പിടിച്ച് ആ ചെക്കനെ ഇടിച്ചു. സ്റ്റേറ്റില് എവറിത്തിങ് വെൻ റിയലി ബാഡ്. നസ്ലിനെ കിട്ടി ഇടിയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. Actually, he was pretty much interested in boxing. ബ്രോ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ക്യാമറ എങ്ങനെ പോയി അതായിരിക്കും മനസ്സിൽ വരിക? അറിയാതെ വരൂടാ. Maybe I'll miss like couple of seconds from the cinema. I'll be thinking about the movements. തല്ലുമാലയ്ക്ക് ശേഷം എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് ഒരു ആക്ഷൻ സിനിമാറ്റോഗ്രാഫർ, അതൊരു ബാഗേജ് ആയിട്ട് പിന്നെ മാറിയോ? Yeah, actually ബാധ്യതയായി. എസ്പെഷ്യലി തെലുങ്കിൽ നിന്ന് ഒരുപാട് ബിഗ് കോൾസ് വന്നായിരുന്നു. ഞാൻ അത് പോയി അവരെയൊക്കെ അറ്റൻഡ് ചെയ്തു. യു വോണ്ട് ബിലീവ്, തെലുങ്കിൽ നിന്നൊക്കെ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രം ഷൂട്ട് ചെയ്യാൻ വിളിക്കുകയാണ്. മൂസിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു, വളരെ ഇതിൽ വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാം ആപ്പ് എടുത്തിട്ട് നമ്മൾ ചുമ്മാ സെർച്ച് ബട്ടണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കണം. പല മേക്കേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും, ഇപ്പം എന്നെ വിളിക്കുന്നത് ആക്ഷൻ പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റഹ്മാൻ ആർട്ടിസ്റ്റുമായിട്ട് റഹ്മാൻ ഇൻട്രാക്ട് ചെയ്യുന്ന കാണാൻ ചന്തമാണ്. നമുക്കത് സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മൊമെൻ്റാണ്. ഞാൻ അതിനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് സന്തോഷം തോന്നി. മമ്മൂക്ക ആയതുകൊണ്ട് പുള്ളി പാതി പറഞ്ഞ് ബാക്കി സ്റ്റാർ നോക്കിക്കോളും എന്ന് പറയുന്ന പോലെയല്ല. ഹി മേക്ക് ഷുവർ ഹി ഡസ് ഹിസ് ജോബ്. ദിലീഷ് പോത്തൻ്റെ ടൈപ്പ് പ്രകൃതി ഞാൻ പ്രകൃതി പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫുള്ള ഫ്രെയിംസ് കൊണ്ട് തിയേറ്റർ നിറയ്ക്കുന്ന സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദാണ് ചെയ്യുന്നത്. നമസ്കാരം. ലൈഫുള്ള ഫ്രെയിംസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 16 തൊട്ടിട്ട് സിനിമ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഒരുപാട് നല്ല ഷോട്ട്സ് ഉണ്ടെങ്കിലും ആശശരത്ത് പൂച്ചയ്ക്ക് ഇങ്ങനെ മീനിട്ട് കൊടുത്താൽ പൂച്ചയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഷോട്ടുണ്ട്. അതിന് വല്ലാത്തൊരു ലൈഫുണ്ട്. അത് നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. താങ്ക് യു സോ മച്ച്. ജിംഷി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിലേക്കൊക്കെ വരും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ്, അങ്ങനത്തെ സിനിമകൾ. ഇപ്പം തല്ലുമാല ഇതൊക്കെ ഉണ്ടാക്കുന്നു, പവറിൽ മറ്റേ 2 കാർ ചേസിങ് സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഇപ്പോൾ ഒരു നല്ല പാട്ടിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂടൊക്കെ വരുന്ന പോലെ ലൈഫുള്ള ഇങ്ങനത്തെ ചില സീക്വൻസുകൾ വരും. ഇപ്പോൾ തല്ലുമാലയിൽ അച്ഛനും മകനും കൂടി നൈറ്റിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരിക. സോ തോട്ട് ഏറ്റവും അധികം പോകുന്നത് ഏതിലാ? ഈ പറയുന്ന സാധാരണ ഫ്രെയിമിലേക്കാണോ കോംപ്ലിക്കേറ്റഡ് ഫ്രെയിമിലേക്കാണോ? ചില സീൻസും ചില സിറ്റുവേഷൻസും ചില സ്ക്രിപ്റ്റും ഡിമാൻഡ് ചെയ്യുന്ന ഏരിയയിലാണ് ഈ കോംപ്ലിക്കേറ്റഡ് ഷോട്ട്സ് വരിക. നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഷോട്ട് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടൊരു ഷോട്ട് വെക്കുന്നതല്ല. ചില മൊമെന്റ്സ് ചില ഏരിയാസ് ഡിമാൻഡ് ചെയ്യും, അവിടെ അങ്ങനത്തെ ഒരു ഷോട്ട് വേണം, ഒരു മൂവ്മെന്റ്. ഞാനിപ്പോൾ പല മേക്കേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും, ഇപ്പം എന്നെ വിളിക്കുന്നത് ആക്ഷൻ പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനീഷ്യൽ ഡിസ്കഷൻസിലൊക്കെ they wanted to use some fancy equipments, robotic arms and everything. അപ്പോൾ നമ്മളൊരു സീൻ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്നോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പെർട്ടിക്കുലർ സീൻ നമുക്ക് ഇന്ന സാധനം വെച്ചെടുക്കാം. They wanted it like that. അങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തല്ലുമാല പോലുള്ള അതിൽ കാണുന്ന ഒരുപാട് ഷോട്ടുകൾ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിക്കുന്ന ഒരുപാട് ഷോട്ടുകൾ, അതിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഇതിൻ്റെ വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ യു ഷുഡ് അഡോപ്റ്റ് ടു ടെൽ ദ സ്റ്റോറി, അതും കഴിഞ്ഞതിന് ശേഷം നമ്മളിലുണ്ടായിരുന്ന ഒരു ഡിസ്കഷനാണ്. ഞാനായാലും റഹ്മാനായാലും മൂസിനായാലും നമ്മൾ തമ്മിൽ ചോദിച്ചത് എങ്ങനെ ഇരിക്കണം, ഹൗ ഇറ്റ് ഷുഡ് ഫീൽ, നോട്ട് ലുക്ക്. അതിൻ്റെ ലുക്സ് എങ്ങനെ ഇരിക്കണം എന്നല്ല, ഇത് നമ്മൾ പടം കണ്ടു പോകുമ്പോൾ സീൻ ടു സീൻ നമ്മൾ പോകുമ്പോൾ ഇതെങ്ങനെ ഫീൽ ചെയ്യണം അളിയ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. മൂസിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു, അളിയ ഇതിൽ വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം ആപ്പ് എടുത്തിട്ട് നമ്മൾ ചുമ്മാ സെർച്ച് ബട്ടണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കണം ഇതിൻ്റെ ഫീലും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്.
അപ്പോൾ പുള്ളി എഴുതിയ പല സീൻസും മൊമെൻറ്റ്സും ഒക്കെ നമ്മളൊരു ഇൻസ്റ്റഗ്രാം റീല് പോലെ തന്നെ ആക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ അവിടെ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് ആ പെർട്ടിക്കുലർ സിനിമ ഒരുപാട് സീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫിലിം മേക്കേഴ്സും വേറെ സിനിമകളൊക്കെ നമ്മൾ റെഫർ ചെയ്യും, ഡോക്യുമെൻ്ററീസ് ഒക്കെ റെഫർ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം റെഫർ ചെയ്തിട്ടാണ് പടം അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല്, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ, ഞാൻ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസിനെ അല്ലെങ്കിൽ പാട്ടൊന്നും അല്ല പറയുന്നത്, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിനെ സ്വാധീനിക്കാൻ തരത്തിലുള്ള ഒരു റെഫറൻസ് ഞങ്ങൾക്ക് ബേസിക്കലി കിട്ടിയത് ഇൻസ്റ്റാഗ്രാം റീൽസുകളിൽ നിന്ന് തന്നെയാണ്. കമ്മിങ് ടു ആലപ്പുഴ ജിംഖാന, നമ്മൾ ബോക്സിംഗ് റിങ്ങിനകത്തെ ആക്ഷൻ സീക്വൻസുകൾ ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ആൻഡ് ആ കൺവെൻഷനുകളിലൊന്നും അല്ല ആലപ്പുഴ ജിംഖാനയുടെ കൊറിയോഗ്രഫി വരുന്നത്. ഭയങ്കര ബോക്സിംഗ് എന്ന സ്പോർട്ടിനോട് ഭയങ്കര ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ബോക്സിംഗ് മാച്ചുകളെ പോലെ തന്നെയാണ് ആ ബോക്സിംഗ് മാച്ചുകൾ ഇരിക്കുന്നത്. സിനിമാറ്റിക് ആയിട്ടത് ഷൂട്ട് ചെയ്യണ്ട, ബോക്സിംഗ് സ്പോർട്ടിന്റെ ഒരു മത്സരം പോലെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ആ ക്രിയേറ്റീവ് കോഡ് എങ്ങനെയാണ് വന്നത്? അത് സിനിമാറ്റിക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി അതൊരു ഒരു കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ പോലെ അല്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ മേക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ എനിക്കും റിങ്ങിനകത്ത് കയറി നിന്ന് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് ആ സിനിമാറ്റിക് അനുഭവം അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതർവൈസ് നമ്മളൊരു 4 ക്യാമറ റിങ്ങിൻ്റെ പുറത്ത് പ്ലേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് ഒരു ടെലി ലെൻസ് വെച്ചിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്തെടുക്കുക. എല്ലാം ഒരു ഇഞ്ച് വിടാതെ നമുക്കത് പതിഞ്ഞ് കിട്ടും. സിനിമാറ്റിക്കലി നമുക്ക് അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഘടനയാണ് നമ്മൾ പലതരത്തിൽ ഷൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്, അവരുടെ കൂടെയും അതല്ലാതെയും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മളത് ഈ ആക്ഷൻ സെറ്റ് പീസുകൾ പോലെ വരുമല്ലോ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള മനസ്സിലായി ഈ എം കുമരനൊക്കെ പോലെയാണുള്ളതാണല്ലോ എനിക്കൊക്കെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ അങ്ങനത്തെ ഷോർട്സ് ഞങ്ങളതൊക്കെ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണ്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റഹ്മാനും ഞാനൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് എം കുമരൻ, സൺ ഓഫ് മഹാലക്ഷ്മി. രസം പടങ്ങളാണത്. സീരിയസിൽ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ബദ്രി ആണല്ലേ? ബദ്രി അതെനിക്ക് തോന്നുന്നു അത് ബദ്രി വിജയ് സാർ. അതിനു മുമ്പ് അവിടെ തെലുങ്ക് പടമാണെന്ന് തോന്നുന്നു. ബദ്രി ഒരു വേറൊരു തെലുങ്ക് പടത്തിന്റെ പവൻ കല്യാണിന്റെ റീമേക്ക് ആണ്. ഞാൻ അതെല്ലാം കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ, വാപ്പാടെ ഉമ്മയുടെ കൂടെ ഇത് ഒരു തെലുങ്ക് ഡബ് കൂടെ ഞാൻ ചെറുതിൽ കണ്ടിട്ടുണ്ട്. ചിരഞ്ജീവി ആൻഡ് നഗ്മ ഇവിടെ ഷേണായിസിൽ കിഡ്. അപ്പോൾ അതൊക്കെ ചെറുതിലേ മുതൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന എല്ലാ സിനിമകളും ഞങ്ങളിലേക്കും കേറ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വി ഓൾസോ ലൈക്ഡ് ഇറ്റ്. വി ഓൾസോ ഹാഡ് childhood and teenage. We were film buffs. ഇപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾ വിചാരിച്ചിരുന്നൊരു വിദ്യാധാരണ. ഇപ്പോൾ ഇവിടെയാണ് അത് മാറിക്കിട്ടിയത്. നിങ്ങളങ്ങനെ ഭയങ്കര ഇൻ്റർനാഷണൽ സ്റ്റഫ് മാത്രം കാണുന്ന അങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരായിരിക്കും എന്നായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ കണ്ടിരുന്നു. അതിൽ നിന്ന് എന്താ പറയുക, ഇൻസ്പിറേഷൻ പോലെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.